യുകെയിൽ ഹീറ്റ് വേവ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇത് വീണ്ടും നമ്മുടെ പഴയ മഴയും വെയിലും മാറി മാറി വരുന്ന ആ ഒരു കാലാവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ യുകെയിലെ വെതർ പോഡ്കാസ്റ്റിന് വന്നതൊന്നും അല്ല. ഞാനിപ്പോൾ ആക്ച്വലി ഞാൻ ഇവിടെ എത്തിയിട്ട് ഒരു 5 വർഷമായി. ഇപ്പം എൻ്റെ നാട്ടിലെ നഴ്സിംഗ് ജീവിതവും ഇവിടുത്തെ നഴ്സിംഗ് ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതായത് പല സമരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോളേജിൻ്റെ ഭാഗത്ത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇപ്പം ലെക്ചേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ക്ലിനിക്കൽ എഡ്യൂക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫസേഴ്സ് ലെക്ചേഴ്സ്, അവരൊക്കെ ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നാൾ വരെ നേഴ്സസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ നേഴ്സസ് തന്നെയാണ്. അപ്പോൾ അവർക്കൊന്നും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു കരുതലും കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്നില്ല. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു ലൈഫും എൻ്റെ ഒരു നഴ്സിംഗ് ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ഒരു ലൈഫ് വെച്ച് ഞാൻ പറയുവാണെങ്കിൽ അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയാം, ഇതിൽ പറയുന്നതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അതായത് ഞാൻ വർക്ക് ചെയ്തുള്ള ഏരിയയും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം എനിക്കിപ്പോൾ ഇവിടെ വന്ന് കിട്ടിയ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കണം എന്നില്ല. ചിലരുടെ വാർഡും അവിടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഒക്കെ അനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് വ്യത്യാസമായിരിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ബേസ്ഡായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ നമ്മൾ അർഹിക്കുന്ന ഒരു ക്യാഷ് നമുക്കിപ്പം ഞാൻ പഠിച്ച് ഇറങ്ങി കയറുന്ന സമയത്ത് എനിക്ക് കിട്ടാൻ ഇരുന്നത് 6000 രൂപയാണ് സാലറി. എവിടെ? കേരളത്തിൽ. അങ്ങനെയാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട് കാസർഗോഡാണ്. അപ്പം മംഗലാപുരമാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി അടുത്ത്. അപ്പം മംഗലാപുരത്ത് ഫസ്റ്റ് ഇയർ ആയിട്ട് കയറുന്നവർക്ക് 12000 രൂപ സാലറി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം 6-12 വെച്ച് നോക്കുമ്പോൾ നമുക്കതാണല്ലോ എളുപ്പം. അപ്പം എൻ്റെ കൂടെ പഠിച്ചതിൽ മിക്കവരും തന്നെ ഞങ്ങൾ കർണാടകയിലോട്ടും അല്ലെങ്കിൽ മുംബൈ അങ്ങനെയുള്ള വേറെ സ്ഥലത്തോട്ട് പോവുക ചെയ്തത്. അതിനുശേഷം അവിടെ വർക്ക് ചെയ്യുമ്പോൾ ആണെങ്കിൽ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ പട്ടിപ്പണിയുന്നതല്ലേ. നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. അത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. 6 ദിവസം കണ്ടിന്യൂസ് ഷിഫ്റ്റ് ചെയ്യുന്നു, ഒരു ദിവസം ഓഫ്. പക്ഷേ 6 ദിവസം കണ്ടിന്യൂസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പം 6 hours ഷിഫ്റ്റേ ഉള്ളൂ ഒരു ദിവസം വരുന്നത്. പക്ഷേ നമ്മൾ ആ 6 hours ചെയ്യുന്നത് ഒരു 12 hours ഷിഫ്റ്റിൻ്റെ കാര്യം നമ്മൾ ആ 6 hours ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അവിടുത്തെയും ഇവിടുത്തെയും തമ്മിൽ മെയിനായിട്ടുള്ളൊരു വ്യത്യാസം തോന്നി എന്താണെന്നറിയാമോ? ഇപ്പം അവിടെ നമ്മളിപ്പം ഹാൻഡ് ഓവർ കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ സീനിയറിന് അല്ലെങ്കിൽ അടുത്ത് വരുന്ന സ്റ്റാഫിന് ഹാൻഡ് ഓവർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പെൻഡിങ് ഉണ്ടെന്ന് വെച്ചോ, ഇപ്പോൾ ചിലപ്പോൾ സമയത്തൊക്കെ ഒരു 10 മിനിറ്റ് മുമ്പേ നമുക്ക് അഡ്മിഷൻ വന്നിട്ടേ ഉണ്ടാവുള്ളൂ. ആ പേഷ്യൻറ്റ് ചിലപ്പം ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ നമുക്ക് ടൈം കിട്ടൂല. പക്ഷേ അത് നമ്മളിപ്പോൾ അവിടെ ഹാൻഡ് ഓവർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഉടനെ വിളിച്ച് ചോദ്യം, ഇതെന്താ ചെയ്യാത്ത, അത് ചെയ്തോ, ഇത് ചെയ്തോ, ഓക്കെ, ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്തിട്ട് പോയാൽ മതി, ഓക്കെ. അപ്പം നമ്മളിപ്പോൾ 1:30 ഹാൻഡ് ഓവർ കഴിഞ്ഞു, നമ്മളത് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ 3 മണിയാവും. അപ്പം നമ്മളെന്താണ് ഓവർ ടൈം വർക്ക് ചെയ്തു, നമുക്ക് അതിൻ്റെ സാലറി ഒന്നും അവിടെ കിട്ടില്ല. അതേസമയം ഇവിടെ ഞാനതിൽ കണ്ടൊരു വ്യത്യാസം വെച്ചാൽ ഇവിടെ ഒരു കണ്ടിന്യൂവേഷൻ ഓഫ് കെയർ ഉണ്ട്. നമുക്ക് അവിടെ അതില്ല. അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വന്ന നേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് അത് ചെയ്യുക എന്നുള്ളത്. നിൻ്റെ ടൈമിൽ കിട്ടിയ കാര്യങ്ങൾ നീ ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ളൊരിതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഉണ്ട്. ഇപ്പം ഷിഫ്റ്റ് അതിന് വേണ്ടിയിട്ടാണല്ലോ ഇട്ടിരിക്കുന്നത്. ഇപ്പം മോർണിംഗ് ഷിഫ്റ്റ് ഇട്ടു, മോർണിംഗ് ഷിഫ്റ്റിലെ ആൾക്കാർ ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ചെയ്യുന്നത് ലോങ് ഡേയ്സ് ആണ്. അപ്പോൾ 12 hour ഷിഫ്റ്റ്. അപ്പോൾ ആ 12 hour ഷിഫ്റ്റിൽ നീ എന്തൊക്കെ ചെയ്തു, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. അപ്പോൾ ബാക്കി എന്തൊക്കെയുണ്ട്? അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ വരുന്ന സമയത്ത് അയ്യോ ഗ്ലൂക്കോസ് ചെക്ക് ചെയ്തില്ല, അത് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുമ്പോൾ സാരമില്ല, ഞാൻ ചെയ്തോളാം, നീ പൊക്കോ എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഇതേ സമയത്ത് ഞാനിപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ അന്ന് നീ നീ അത് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. നമ്മുടെ ബസ്സും പോവും, നമ്മുടെ എല്ലാം പോവും, നമ്മൾ ഓവർ ടൈം വർക്കും ചെയ്യേണ്ടി വരും, അതിന് സാലറി ഇല്ല. അതേസമയം ഇവിടെ നമ്മൾ ഓവർ ടൈം ആയിട്ട് ഒരു 10 minutes നമ്മൾ എക്സ്ട്രാ നിൽക്കുവാണെങ്കിൽ നമുക്ക് അതിനൊരു സാലറി കിട്ടും. അവിടെ നമ്മൾ 2 മണിക്കൂറും 3 മണിക്കൂറും വർക്ക് ചെയ്താൽ പോലും അതിന് സാലറി കിട്ടില്ല. അത് ഞാൻ പറയാൻ കാരണം എസ്പെഷ്യലി കോവിഡ് ടൈമിൽ നമുക്ക് കുറച്ച് നാളത്തേക്കേ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നാളത്തേക്ക് വർക്ക് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു മന്തിൽ ഹാഫ് ടൈം ആയിരിക്കും വർക്ക്. നമുക്ക് സാലറി അവർ ഹാഫായിട്ട് കുറയ്ക്കും, പക്ഷേ നമ്മുടെ വർക്ക് അവർ എക്സ്ട്രാ ആയിട്ട് കൂട്ടും. അതായത് 6 hours എന്നുള്ളത് ചിലപ്പോൾ അവർ നമ്മളെ കൊണ്ട് 8 hours 10 hours ചെയ്യിപ്പിക്കും. പക്ഷേ ഒരു മാസത്തിൽ 30 ദിവസത്തിന് പകരം നിങ്ങൾ 15 ദിവസം വർക്ക് ചെയ്യുന്നുള്ളൂ പറഞ്ഞ് അവർ നമ്മുടെ സാലറി 12,000 ചിലപ്പോൾ 6,000 ആയിട്ട് കുറച്ച് തരും. അങ്ങനെയൊക്കെയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് നല്ലതെന്ന് അറിയാം. നമ്മളിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുവാണെങ്കിൽ നമുക്ക് നൈറ്റിന് എക്സ്ട്രാ സാലറി ഉണ്ട്. ഇപ്പം എക്സ്ട്രാ സാലറി അല്ല, ഒരു അലവൻസ് പോലെ കിട്ടുന്നുണ്ട്. വീക്കെൻഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ അതിനൊരു അലവൻസ് ഉണ്ട്. നമ്മളൊരു 10 minutes എക്സ്ട്രാ വർക്ക് ചെയ്യുവാണെങ്കിൽ അതിനുണ്ട് എക്സ്ട്രാ. അപ്പോൾ അങ്ങനെ അറ്റ്ലീസ്റ്റ് നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനും ഒരു വില തരുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഓക്കെ എല്ലാവരും നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു എന്ന് ഞാൻ പറയുമായിരിക്കും. അങ്ങനെയല്ലാട്ടെ. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ഒരു 5 വർഷമായി. ഞാനിപ്പോൾ 5 വർഷവും ഇവിടെ തന്നെ നിൽക്കാം അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തതിന് കാരണം ഇതൊക്കെയാണ്. കാരണം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അവിടെ നമ്മൾ ചെയ്യുന്ന സ്ട്രഗിളും ഇവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ
നമ്മളെ കേൾക്കുന്നു എന്നൊരു തോന്നലുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ സാലറിയും അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിത ചെലവും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സാലറി ഒന്നും നമുക്ക് ഇനഫൊന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നമ്മളെ വാല്യൂ ചെയ്യുന്നുണ്ടെന്നൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ടല്ലോ, അതാണ് മെയിൻ. ഇപ്പം ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മെയിനായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പഠിപ്പിച്ച മാമുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. അപ്പം മാമിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ കാണുന്നുണ്ട്. അവരുടെ കോളേജുകളിൽ ഇപ്പം അവർക്ക് സാലറി വർധന, ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു നഴ്സസിൻ്റെ സമരം നടന്നപ്പം ഇത്ര വെച്ച് സാലറി വർധന വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതൊന്നും ഇപ്പോഴും നാട്ടിൽ കൊടുക്കുന്നില്ല. അത് പല പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഇപ്പം നഴ്സിംഗ് കോളേജുകളിലായിക്കോട്ടെ, നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നമുക്കൊരു രോഗിക്ക് പോകുമ്പോൾ അറിയാം എന്തുമാത്രം ഒരു പൈസ അവരുടെ നിന്ന് അവർ എടുക്കുന്നുണ്ടെന്ന്. പക്ഷേ എന്നിട്ട് പോലും ഇവരിതൊക്കെ എന്താ ചെയ്യുന്നത്? ഇവർക്ക് എന്തുകൊണ്ട് ഇത് നഴ്സുമാർക്കോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് ഇവർ കൊടുക്കുന്നില്ല? ഇവർ ഡോക്ടേഴ്സിന് എത്ര വേണമെങ്കിലും അവർ ഇൻക്രിമെൻറ്റ് കൊടുക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഇവർ റെഡിയാണ്. അതേസമയം നഴ്സസിന് ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ നിപ്പ വരുന്ന സമയത്ത് മാത്രം മാലാഖമാരായിട്ട് ഇവരിങ്ങനെ വാഴ്ത്തിക്കൊണ്ട് നടക്കും. എങ്കിൽ പോലും അവർക്ക് കിട്ടേണ്ട ഒരു അംഗീകാരമോ അല്ലെങ്കിൽ ഒരു അംഗീകാരം വേണമെന്നല്ല, അംഗീകാരത്തിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ കിട്ടേണ്ടത് എന്താണ്? പൈസയാണ്. ചെയ്യുന്ന കാര്യത്തിനുള്ളൊരു വേതനം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇപ്പം ടീച്ചേഴ്സ് ആയിക്കോട്ടെ എന്തുമാത്രം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരെ പഠിപ്പിക്കാനായിട്ടും, ഇപ്പോൾ ക്ലിനിക്കൽ എഡ്യൂക്കേഷനായിട്ടും അതിനായിട്ടാണെങ്കിൽ ഇപ്പോൾ നഴ്സസ് ആയിക്കോട്ടെ, രണ്ടും സെയിം ഇതാണ്. നമ്മളിപ്പം GNM BSc ആയി പഠിച്ചവരായിക്കോട്ടെ, ചിലപ്പം ചിലർ BSc കഴിഞ്ഞ് ക്ലിനിക്കൽ എഡ്യൂക്കേറ്ററായിട്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലരിപ്പം ലെക്ചേഴ്സ് അല്ലാതെ MSc കഴിഞ്ഞ് കയറുന്നവരുണ്ടാവും. ഇപ്പോൾ 12,000 രൂപ സാലറി അല്ലെങ്കിൽ 18,000 രൂപ സാലറി, 20,000 എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം കുറവ് സാലറി ആയിരിക്കും. നമുക്കിപ്പം പണ്ട് നമ്മളുണ്ടായിരുന്ന ജീവിത ചെലവല്ല ഇപ്പം നമുക്കുള്ളത്. ഇപ്പം ഒരു നേഴ്സ് പഠിച്ചിറങ്ങി ഇപ്പം BSc കഴിഞ്ഞവരായിക്കോട്ടെ, അവരത് കഴിഞ്ഞ് ഒരു MSc നഴ്സിംഗ് ചെയ്തു, അതിൻ്റെ ഒരു ലോൺ അടയ്ക്കണമെങ്കിൽ തന്നെ എത്ര രൂപയാണ്? നമുക്ക് കിട്ടുന്ന സാലറി ഒന്നും ഇതിലൊന്നും ആവില്ല. ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് ഈ നമുക്ക് പൈസ സാലറി തരുന്നവർ, അതായത് എംപ്ലോയേഴ്സ് വിചാരിക്കുന്നത് അവരിപ്പോഴും പണ്ടത്തെ ഇതിൽ തന്നെ ജീവിക്കുന്നത്. അതായത് ജീവിത ചെലവ് കൂടിയ കാര്യമൊന്നും അവരറിയുന്നില്ലേ, അല്ലെങ്കിൽ നഴ്സസിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് അവർ വിചാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പോഴും പലയിടത്തും സമരവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും, എന്താണ് ഇവരൊക്കെ ഇതിങ്ങനെ ചെയ്യുന്നത്? ഇവിടെയൊക്കെ ഇപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സമരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 0.5% അല്ലെങ്കിൽ 0.5% പറഞ്ഞ സാലറി ഇവർ നമുക്ക് തരാറുണ്ട്. നാട്ടിൽ അങ്ങനെയല്ല, ഇവർ തരുമെന്നൊരു വാഗ്ദാനം കൊടുക്കും, അതിനുശേഷം ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോഴായിരിക്കും വീണ്ടും ഒരു സമരത്തിന് ഇറങ്ങണം. അന്ന് പറഞ്ഞ വാഗ്ദാനത്തിൻ്റെ പൈസ ഇതുവരെയും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കുറച്ച് തോട്ട്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കിടന്ന് പ്രസംഗിച്ചുകൊണ്ട് നാട്ടിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ലെന്ന് അറിയാം. അറ്റ്ലീസ്റ്റ് നമുക്ക് പറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് റിലാക്സേഷനാണ് അല്ലെങ്കിൽ റിലീഫാണല്ലോ. ഇപ്പം എനിക്കറിയാം കുറച്ച് പേരെങ്കിലും നേഴ്സസ് ആയിട്ടുള്ളവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും നാട്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ബാക്കിയുള്ളവർക്ക് കൂടി മനസ്സിലാവുമല്ലോ. ആക്ച്വലി എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് 3 ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇനിയൊരു 3-4 ദിവസത്തേക്ക് ഓഫാണ് കേട്ടോ. അപ്പോൾ ഗാർഡനിലോട്ടൊക്കെ ഇറങ്ങി ഗാർഡനൊക്കെ ഒന്ന് നോക്കി പരിപാലിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ റോസൊക്കെ ഇത് നല്ല അടിപൊളിയായിട്ട് ഇവിടെ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയാം. നമ്മളൊരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിൻസ എന്നാണ് കേട്ടോ നമ്മുടെ ജ്വല്ലറി ബ്രാൻഡിൻ്റെ പേര്. അപ്പം അതിലുള്ള 1-2 നമ്മുടെ കളക്ഷൻസാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ നെക്ലേസ് ആയിക്കോട്ടെ, ഈ ഒരു തുളി ബ്രേസ്ലെറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ കളക്ഷനിലുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കുക കേട്ടോ. നമ്മുടെ പേജ് ഇൻസ്റ്റാഗ്രാം പേജിൽ മിൻസ എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക കേട്ടോ. ഞാൻ നേരത്തെ ഹാൻഡ് ഓവറിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അതായത് നാട്ടിൽ ഹാൻഡ് ഓവർ എടുക്കുന്നതും ഇവിടെ ഹാൻഡ് ഓവർ എടുക്കുന്നതും തമ്മിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അതിപ്പം എൻ്റെ വാർഡിൽ അല്ലെങ്കിൽ അങ്ങനെ മാത്രമാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എനിക്ക് ഇവിടെ വന്നിട്ട് ആ ഒരു നമ്മളിപ്പം നീ എന്തെങ്കിലും ചെയ്യാത്ത നീ ഇത് ചെയ്തിട്ട് പോയാൽ മതി ആ ഒരു ഡയലോഗ് എനിക്ക് ഇവിടെ വന്നിട്ട് കേൾക്കേണ്ടി വന്നിട്ടില്ല. അത് പക്ഷേ എനിക്ക് നാട്ടിൽ ഞാൻ ഇഷ്ടംപോലെ തവണ കേട്ടിട്ടുണ്ട്. അതിപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അവരും ചില സമയത്ത് ഷിഫ്റ്റ് കഴിഞ്ഞ് വരാൻ വേണ്ടി ലേറ്റ് ആകുമ്പോൾ എന്താടി വരാൻ ലേറ്റായി നിൽക്കുമ്പം ഇന്നത് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബ്ലഡ് എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡോക്ടർ വിളിച്ചപ്പോൾ 1 മണിക്ക് അപ്പം 1:30 നമ്മുടെ ഷിഫ്റ്റ് തീരും, 1:25 ചിലപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് ബ്ലഡ് എടുക്കാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുമ്പോൾ പറയണമല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ പറയുമ്പോഴായിരിക്കും ഇതെന്നെ നീ ചെയ്യാത്തതെന്ന് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി. അതേപോലെ തന്നെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നൊരു കാര്യമാണ്, ഇപ്പം ജൂനിയേഴ്സ് വരുമല്ലോ നമ്മുടെ നമ്മുടെ വാർഡിലോട്ട്. ഇപ്പം നമ്മളൊരു 2 വർഷമായിക്കാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ജൂനിയറായിട്ട് വരുമ്പോഴത്തേക്ക് ഈ ജൂനിയേഴ്സിനെ ഇട്ടൊരു പണിയെടുപ്പിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനോട് എനിക്ക് ഭയങ്കര ഒരു എതിർപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ പണിയെടുപ്പിക്കണം, അതൊക്കെ കറക്റ്റാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിസ്റ്റർ
എന്നെ ഇപ്പം നമ്മളെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കും. അത് പക്ഷേ ഒരു ഹറാസ്മെൻ്റ് അല്ലായിരുന്നു കേട്ടോ. നീ ഇത് ചെയ്യുന്ന നമ്മളോട് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക. അത് പക്ഷേ നമ്മൾ പണി പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഒരു വെൻറ്റിലേറ്റർ പേഷ്യൻറ്റിനെ നോക്കാൻ വേണ്ടി എനിക്ക് തന്നതൊക്കെ ആ സിസ്റ്റർ. അപ്പം അന്നെന്നെ പുഷ് ചെയ്തിട്ടാണ് തന്നത്. അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതല്ലാതെ വേറെ കുറച്ച് പേരുണ്ട് നമ്മളെ കൊണ്ട് ഈ അല്ലാത്ത പണികൾ ഇങ്ങനെ അവിടെ തുടപ്പിക്കുക, ഇവിടെ ക്ലീൻ ചെയ്യിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടി. അതൊക്കെ ചെയ്യാൻ വേണ്ടി അവിടെ വേറെ സ്റ്റാഫുകളുണ്ടാവും. ഇപ്പം ക്ലീനിങ് സ്റ്റാഫ് വേറെ ഉണ്ടാവും. പക്ഷെ എന്നാലും പുതുതായിട്ട് വന്ന ജൂനിയറിനോടെ കൊണ്ട് അതൊന്ന് ചെയ്യിച്ചെങ്കിലേ അവർക്ക് മനസ്സമാധാനം ഉള്ളൂ. അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടല്ലോ. അങ്ങനെയുള്ള കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുള്ളത് സ്റ്റുഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആ സ്റ്റുഡൻ്റായിട്ട് നമ്മളിങ്ങനെ ഈ ഒരു പ്രാക്ടിക്കലിനൊക്കെ പോകില്ല ആ ഒരു ടൈമിലാട്ടോ. അങ്ങനെയുള്ളവരോട് എനിക്ക് കുറച്ചൊരു ഇതുണ്ട്. ഞാൻ വിചാരിക്കാറുണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്യിക്കുന്നത്. നമ്മൾ ഇപ്പം ചിലരുടെ ഒരു മനോഗതി എന്താണെന്നറിയാമോ, ഞാൻ ഇതൊക്കെ കഷ്ടപ്പെട്ട് അനുഭവിച്ചിട്ടാണ് വന്നേ, എന്നാൽ പിന്നെ നീയും കൂടി ഇതൊക്കെ അനുഭവിക്കുക, അല്ലെങ്കിൽ നീയും ഇത് കഴിഞ്ഞു പറയും, നീ ഇതും കൂടി കഴിഞ്ഞു വന്നാൽ നീ ഭയങ്കര പെർഫെക്റ്റ് ആവും. അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഇവർ. അങ്ങനെയാണ് നീ ഇവർ ചെയ്യണമെന്ന് അവർ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മൈൻഡിലുള്ള കുറച്ച് ചെറിയ തോട്ട്സാണ് കേട്ടോ. ഇതിപ്പം ഈ ഹാൻഡ് ഓവറിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ പണ്ട് നടന്നത് നമ്മുടെ ഇപ്പോഴും മനസ്സിൽ കിടക്കുമെന്ന് പറയുന്നത് അതുപോലെ കിടക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇനി ക്ലീനിങ് ചെയ്യിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു തോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒരു ചിറ്റ് പോലെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ഇപ്പോൾ നഴ്സിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുന്നത് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.